നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. പാലക്കാട് ജില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏറ്റവും ഉയർന്ന 80.56% വോട്ടിംഗ് രേഖപ്പെടുത്തി. ഈ നിർണായക രാഷ്ട്രീയ പോരാട്ടഭൂമിയിൽ ശക്തമായ പങ്കാളിത്തം പ്രാദേശിക സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ വിശകലകർ പറയുന്നതനുസരിച്ച് ഈ ഉയർന്ന കണക്കുകൾ LDF, UDF, NDA എന്നീ മുന്നണികൾക്കിടയിൽ മത്സരം കനത്തിരിക്കുന്ന നിരവധി നിയോജക മണ്ഡലങ്ങളിൽ ഫലങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ചില ബൂത്തുകളിൽ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും സമാധാനപരമായ വോട്ടെടുപ്പ് നടപടിയെ ഉദ്യോഗസ്ഥർ പ്രശംസിച്ചു. പാലക്കാട് ജില്ലയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുമാരി ശ്രീനന്ദ കർണാടകയിലെ ചന്ദ്രദ്രോൺ മലനിരകളിൽ മണിക്കധാര ജലപാതത്തിലേക്കുള്ള കുടുംബയാത്രയ്ക്കിടെ കാണാതായതിനെ തുടർന്ന് 3 ദിവസം കഴിഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. ചൊവ്വാഴ്ച വൈകുന്നേരം ജലപാതത്തിനടുത്ത് ട്രെക്കിങ്ങിന് പോയ കൌമാരക്കാരി തിരികെ വന്നില്ല. പോലീസ് സംഘവും രക്ഷാപ്രവർത്തക സംഘങ്ങളും വെള്ളിയാഴ്ച മൃതദേഹം കണ്ടെത്തി. ഈ ദുഃഖകരമായ സംഭവത്തിൽ കുടുംബം ദുഃഖത്തിൽ മുങ്ങിയിരിക്കുകയാണ്. മലനിര പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾക്കായി സുരക്ഷാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ലോട്ടറി 2026 ഏപ്രിൽ 11 കരുണ്യ KR 749 ഡ്രോയുടെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 1 കോടി രൂപയുടെ ആദ്യ സമ്മാനം ഈ ഡ്രോയുടെ പ്രധാന ആകർഷണമായി. അതേസമയം ലക്ഷങ്ങളിൽ നിന്നും ആയിരങ്ങളിൽ വരെ എത്തുന്ന നിരവധി മറ്റ് സമ്മാനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്തുടനീളം ആയിരക്കണക്കിന് ടിക്കറ്റ് ഉടമകൾ ഔദ്യോഗിക ചാനലുകളും അംഗീകൃത ഏജന്റുമാരും വഴി തങ്ങളുടെ നമ്പറുകൾ പരിശോധിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അന്തരീക്ഷത്തിലും ജീവിതം മാറ്റിമറിക്കുന്ന വിജയത്തിന്റെ പ്രതീക്ഷയോടെ പങ്കാളികളെ ഈ ആഴ്ചപ്പതിപ്പ് ഡ്രോ ആകർഷിച്ചു. കേരളത്തിൽ സ്ത്രീ വോട്ടർമാർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ റെക്കോർഡ് 81.2% വോട്ടിംഗ് രേഖപ്പെടുത്തി. ഇത് പുരുഷ വോട്ടർമാരുടെ 75.1% വോട്ടിംഗിനേക്കാൾ ഏറെ കൂടുതലാണ്. ഈ ലിംഗവ്യത്യാസം സ്ത്രീകളിൽ വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ ബോധവൽക്കരണത്തിന്റെയും ആവേശത്തിന്റെയും സൂചനയായി വിശകലകർ കാണുന്നു. സ്ത്രീകളെ ലക്ഷ്യമിട്ട ക്ഷേമ പദ്ധതികൾക്കും പ്രചാരണങ്ങൾക്കും ഈ ഉയർന്ന പങ്കാളിത്തത്തിന് ക്രെഡിറ്റ് നൽകുന്നവരും ഏറെയാണ്. നിരവധി സീറ്റുകളിൽ വിജയവ്യത്യാസം നിർണ്ണയിക്കാൻ ഈ പ്രവണത നിർണായകമായേക്കാം. 2026 ഏപ്രിൽ 11 കേരളത്തിലുടനീളം നിരവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. ദേശീയ കഥപറച്ചിൽ മഹോത്സവം പ്രധാന ആകർഷണമായി. അതേസമയം കലാകാരൻ മോപ്പസംഗ് വലത്തിന്റെ ചിത്രകലാ പ്രദർശനം കോട്ടയത്തിൽ ആരംഭിച്ചു. കൊച്ചിയിൽ സംഗീതപ്രേമികൾ സംഗീത സംവിധായകൻ രവീന്ദ്രൻ അവതരിപ്പിച്ച ശാശ്വത ഗാനങ്ങളുടെ സന്ധ്യയായ പ്രമദവനം ആസ്വദിച്ചു. കൂടാതെ കോഴിക്കോട് EMS സ്റ്റേഡിയം ഗ്രൌണ്ട്സിൽ സംഘടിപ്പിച്ച വിഷു ഹാൻഡ്ലൂം മേളയിൽ പരമ്പരാഗത വസ്ത്രങ്ങളും ഉത്സവവുമായി ബന്ധപ്പെട്ട വസ്തുക്കളും വാങ്ങാൻ വലിയ ജനക്കൂട്ടമെത്തി. ഹോർമോൺ തെറാപ്പിയിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കേരള ഹൈക്കോടതി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആശ്വാസം നൽകി. ദുരുപയോഗം തടയുക എന്നതാകാം സർക്കാരിന്റെ ഉദ്ദേശമെങ്കിലും യഥാർത്ഥ ചികിത്സാ ആവശ്യങ്ങളിൽ നിന്നൊരാളെയും വഞ്ചിക്കപ്പെടരുതെന്ന് കോടതി വ്യക്തമാക്കി. അവകാശ സംരക്ഷണത്തിന്റെയും ആവശ്യമായ ആരോഗ്യ സഹായം ഉറപ്പാക്കുന്നതിന്റെയും ദിശയിൽ ഒരു മുന്നേറ്റമായി സമൂഹവും പ്രവർത്തകരും ഈ വിധിയെ സ്വാഗതം ചെയ്തു. IUML നേതാവ് മുനവർ അലി തങ്ങൾ 2026 തിരഞ്ഞെടുപ്പുകൾക്കുശേഷം രൂപപ്പെടാൻ സാധ്യതയുള്ള UDF സർക്കാരിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് തന്റെ പാർട്ടിക്ക് ന്യായമായ അവകാശമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നിലവിൽ അത് ശക്തമായി ആവശ്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പാനന്തര ചർച്ചകളും സഖ്യ അഭ്യൂഹങ്ങളും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പരാമർശം. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കലാണ് മുൻഗണനയെന്ന് തങ്ങൾ ഊന്നിപ്പറഞ്ഞു. മുൻ MLA PC ജോർജ് രാഷ്ട്രീയത്തിൽ സഭയിലെ ബിഷപ്പുമാരുടെ പങ്കാളിത്തത്തെ വിമർശിച്ചു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ രാഷ്ട്രീയ ഫലങ്ങൾ നേരിടാൻ തയ്യാറാകണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ ഈ പരാമർശങ്ങൾ കേരളത്തിലെ ധ്രുവീകരിച്ച രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മതനേതാക്കളുടെ പങ്കിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജീവനക്കാരിക്കും വിരമിച്ചവർക്കുമായി വ്യത്യസ്തമായ മഹംഗൈ ഭത്തഘടനകൾ നൽകിയിരുന്ന ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ഈ വിധി ആയിരക്കണക്കിന് KSRTC ജീവനക്കാരിലും പെൻഷൻ ഭോക്താക്കളിലും സാമ്പത്തിക സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷ. ദീർഘകാലമായി നീണ്ടുനിന്നിരുന്ന വിവാദം ഇതോടെ അവസാനിക്കുകയും ഭാവിയിലെ കണക്കുകൂട്ടലുകളിൽ മാറ്റങ്ങൾ ആവശ്യമായി വരികയും ചെയ്യാം. ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നിശ്ചയിച്ചിരുന്ന കേരള SSLC +2 പരീക്ഷകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന മാർഗനിർദ്ദേശങ്ങളെ തുടർന്ന് റദ്ദാക്കി. വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബാധിക്കപ്പെട്ട പ്രവാസി മലയാളി വിദ്യാർത്ഥികൾക്കായി പകരം സംവിധാനങ്ങളും പുനർനിശ്ചയ ഓപ്ഷനുകളും ഒരുക്കുന്നതിൽ പ്രവർത്തിച്ചുവരുന്നു. പഠന തടസ്സം കുറയ്ക്കുന്നതിനായി
കേരളത്തിലെ ഗഗാരിൻസ് എന്നറിയപ്പെടുന്ന മുതിർന്നവരായ അന്താരാഷ്ട്രവും സംസ്ഥാന തലവുമായ ബഹിരാകാശ ശാസ്ത്ര സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യകാല മുൻഗാമികളും ആവേശികളുമായ ഒരു പ്രധാന ബഹിരാകാശ പറക്കൽ വാർഷികം ആഘോഷിക്കുന്നതിനായി തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ഒത്തുചേരുകയാണ്. ശാസ്ത്രീയ ബോധവൽക്കരണത്തിൽ സംസ്ഥാനത്തിന്റെ സംഭാവന ആഘോഷിക്കുന്ന ഈ പരിപാടി യുവതലമുറയെ ബഹിരാകാശ സാങ്കേതികവിദ്യയിലും അനുബന്ധ മേഖലകളിലും കരിയർ പിന്തുടരാൻ പ്രചോദിപ്പിക്കുന്നു. കണ്ണൂരിലെ ഒരു കോടതി ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ക്രൂരമായി കൊലപ്പെടുത്തിയ അവരുടെ വേർപിരിഞ്ഞ ഭർത്താവിന് 3 ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഈ ഭീകരമായ കൊലപാതകം സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു. യൂണിഫോം ധരിച്ച സ്ത്രീകളുടെ സുരക്ഷയും ഗാർഹിക പീഡന പ്രശ്നങ്ങളും ഇത് വെളിച്ചത്തിലാക്കി. ഈ വിധി പീഡിതയ്ക്കും അവരുടെ കുടുംബത്തിനും നീതിയായി സ്വാഗതം ചെയ്യപ്പെട്ടു. കാഞ്ഞിരപ്പള്ളിയിലെ ഒരു യുവാവ് സമീപകാല കാലാവസ്ഥാ മാറ്റത്തിനിടയിൽ ആകാശമിന്നലേറ്റ് ജീവൻ നഷ്ടപ്പെടുത്തി. ഇതിന് പിന്നാലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുതിയ സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഇടിമിന്നലോടുകൂടിയ അനിശ്ചിത ഏപ്രിൽ കാലാവസ്ഥയിൽ തുറന്ന പ്രദേശങ്ങൾ ഒഴിവാക്കാനും ജാഗ്രത പാലിക്കാനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കണ്ണൂരിനെ ഒഴികെ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശ്രദ്ധേയമായി ഉയർന്ന വോട്ടിംഗ് രേഖപ്പെടുത്തി. ഈ കണക്കുകൾ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നു. LDF തുടർച്ചയായ പിന്തുണ അവകാശപ്പെടുമ്പോൾ പ്രതിപക്ഷം ശക്തമായ സർക്കാരിനെതിരായ തരംഗം ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പാനന്തര വിശകലനത്തിൽ പ്രാദേശിക പ്രവണതകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകപ്പെടുന്നു. ഉയർന്ന വോട്ടിംഗിനെ തുടർന്ന് ആദ്യ പ്രതികരണങ്ങളും ബൂത്ത് തല വിലയിരുത്തലുകളും അടിസ്ഥാനമാക്കി എറണാകുളം ജില്ലയിലുള്ള 14 സീറ്റുകളും ജയിക്കാമെന്ന കാര്യത്തിൽ UDF ആത്മവിശ്വാസത്തിലാണ്. അതേസമയം LDFും NDAയും ഈ നഗര കേന്ദ്രീകൃത ജില്ലയിൽ തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സാധാരണയായി സംസ്ഥാനതല പ്രവണതകളെ പ്രതിഫലിപ്പിക്കാറുണ്ട്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് റിപ്പോർട്ട് പ്രകാരം 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ 38% പേർ തങ്ങളുടെ മേൽ ക്രിമിനൽ കേസുകളുണ്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ 23% പേർക്ക് ഗുരുതര ആരോപണങ്ങളുണ്ട്. CPM, കോൺഗ്രസ്, BJP തുടങ്ങിയ പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ഇതിൽ ഉൾപ്പെടുന്നതോടെ കേരള രാഷ്ട്രീയത്തിലെ കുറ്റവൽക്കരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു. കേരളത്തിന്റെ പേര് കേരളമായി മാറ്റുന്നതിനുള്ള ഭരണഘടനാപരമായ നടപടി കേന്ദ്ര മന്ത്രിസഭയുടെ മുൻകൂർ അംഗീകാരത്തിനു ശേഷം മുന്നോട്ടു പോകുകയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം കേരളം പേരുമാറ്റം ബിൽ 2026 രാഷ്ട്രപതി സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായത്തിനായി അയച്ചിട്ടുണ്ട്. ഈ നീക്കത്തിന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. വയനാട് ജില്ലയിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78.81% എന്ന ശക്തമായ വോട്ടിംഗ് രേഖപ്പെടുത്തി. ഇത് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതലാണ്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളും ചില ബൂത്തുകളിൽ ചെറിയ വൈകീറും റിപ്പോർട്ട് ചെയ്തെങ്കിലും മൊത്തത്തിൽ വോട്ടിംഗ് സമാധാനപരമായിരുന്നു. ഈ ഉയർന്ന പങ്കാളിത്തം പ്രാദേശിക വിഷയങ്ങളുടെ മുൻഗണനയായി കണക്കാക്കപ്പെടുന്നു. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ ഒരു ക്ഷേത്ര പരിപാടിയിൽ പങ്കെടുത്തതിനുശേഷം സംശയാസ്പദമായ ഭക്ഷ്യവിഷബാധ മൂലം ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് അസുഖം ബാധിക്കുകയും ചെയ്തു. ആരോഗ്യ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ബാധിതരെ നിരീക്ഷണത്തിൽ തുടരുന്നു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ അധികാരികളുമായി സഹകരിക്കുമെന്ന് ക്ഷേത്ര ഭരണകൂടം ഉറപ്പു നൽകി. ഹിന്ദു സിവിൽ സർവീസ് സമിറ്റ് ഏപ്രിൽ 11 കോഴിക്കോട് സംഘടിപ്പിക്കപ്പെടുന്നു. സേവനത്തിലുള്ളതും വിരമിച്ചതുമായ സിവിൽ സർവന്റുമാർ ഭരണസംവിധാനം, ഭരണപരിഷ്കാരങ്ങൾ, പൊതുനയ വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനായി ഈ വേദിയിൽ ഒന്നിക്കുന്നു. സേവന വിതരണത്തിലെ മെച്ചപ്പെടുത്തലുകളും കേരളത്തിനനുസരിച്ചുള്ള വികസന വിഷയങ്ങളിലുള്ള സംവാദവും ഈ പരിപാടിയുടെ ലക്ഷ്യമാണ്. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മെയ് 4 പുറത്തുവരുന്നതിനു മുമ്പ് ഭരണത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിരവധി മേഖലകളിൽ ശക്തമായ സർക്കാരിനെതിരായ വികാരങ്ങളെ നേരിടുകയാണ്. തൊഴിലില്ലായ്മ, സംസ്ഥാന ധനകാര്യസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിലെ ജന അസന്തോഷം മുതലെടുക്കാൻ UDF പ്രതീക്ഷിക്കുന്നു. അതേസമയം NDA സ്വയം ഒരു പര്യായ ശക്തിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു.